Hi everyone, this is Jebin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ഏബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെ പറ്റിയാണ്. സോ ഇതേപോലെ റെഗുലർ ആയിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് എന്ന കാര്യം സിമ്പിളായിട്ട് ചെയ്യാം, ഫ്രീ ആയിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. സോ എന്തായാലും ഇപ്പം തന്നെ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26 പുതിയ ഒരു ബീറ്റ 5ഉം പബ്ലിക് ബീറ്റ 2ഉം ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള മാറ്റങ്ങളും ചേഞ്ചസും അതോടൊപ്പം പെർഫോമൻസിലെ ഒരു ഒപ്റ്റിമൈസേഷനും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ iOS 26 ബീറ്റ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പറയാം, കഴിഞ്ഞ ബീറ്റകളിൽ വെച്ച് നോക്കുമ്പോൾ ബീറ്റ 5 കുറച്ചും കൂടെ പെർഫോമൻസ് ബെറ്റർ ആണ്. ഈ പറഞ്ഞ ക്ലട്ടറിങ്ങോ ബഗ്ഗോ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കുറവാണ്. പെർഫോമൻസ് ആപ്പിൾ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഒരു ബീറ്റ ടെസ്റ്റർ ആണെങ്കിൽ ഈ പറഞ്ഞ ബീറ്റ 5 അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിക് ബീറ്റ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തൊട്ട് താഴത്ത് കമന്റ് ചെയ്യുക. ഇനി ഈ പറഞ്ഞ iOS 26 എന്നായിരിക്കും റിലീസ് ആകാൻ പോകുന്നത്. അതോടൊപ്പം ആപ്പിളിന്റെ പുതിയ പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള iPhone 17, അതോടൊപ്പം വാച്ച്, പുതിയ ആപ്പിൾ പ്രൊഡക്ട്സ്, ഇതൊക്കെ എന്നായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്? ആപ്പിളിന്റെ ഏറ്റവും വലിയ ഇവന്റ് സെപ്റ്റംബറിലാണ് നടക്കാൻ പോകുന്നത്. ഈ ഒരു ഇവന്റ് നടക്കുന്ന ഡേറ്റും നമുക്ക് ഒരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. സെപ്റ്റംബർ 9 ആയിരിക്കും ഈ ഒരു ഇവന്റ് നടക്കാനുള്ള ചാൻസ്. സെപ്റ്റംബർ 9 എന്തായാലും ഭയങ്കര രീതിക്കുള്ള ഹൈലി പ്രിഡിക്റ്റഡ് ഡേറ്റ് തന്നെയാണ്. കുറേയധികം ആപ്പിളിന്റെ ഇവന്റുകൾ നടന്നിരിക്കുന്നതും സെപ്റ്റംബർ 9 തന്നെയാണ്. ഈ പറഞ്ഞ സെപ്റ്റംബർ 9 ഒരു ചൊവ്വാഴ്ചയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് രാത്രി 10:30 ഈ ഒരു ഇവന്റ് നടക്കാൻ പോകുന്നത്. ഈ ഒരു ഇവന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ iPhone 17 ആൻഡ് ആപ്പിളിലെ കുറേയധികം പുതിയ പ്രൊഡക്റ്റുകൾ, റൂമേർഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ആപ്പിൾ ഇപ്പോൾ കുറേയധികമായിട്ടുള്ള വാൾപേപ്പർ കളക്ഷൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞ വാൾപേപ്പേഴ്സിൻ്റെ പുതിയ ഒരെണ്ണം, ഒരു ഡ്രീമേഴ്സിന്റെ ഒരു വാൾപേപ്പർ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാൾപേപ്പർ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷേ ഇതിന് ഏറ്റവും വലിയ ബ്യൂട്ടി വരുന്നത് ഇതിലൊന്നുമല്ല. iOS 26 നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു വാൾപേപ്പറിലാണ് ഈ ഒരു ആപ്പിൾ ഡ്രീമേഴ്സ് വാൾപേപ്പറിന്റെ ഫുൾ ബ്യൂട്ടി ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ സ്പെഷ്യൽ വാൾപേപ്പറിന്റെ കൂടെ തന്നെ ഡൈനാമിക് ആയ ലുക്കും ഈ ഒരു വാൾപേപ്പറിന് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു വാൾപേപ്പറും നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ChatGPT 5 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷൻ ഇപ്പോൾ ഓപ്പൺ AI കൊണ്ടുവന്നുണ്ട്. ഈ പറഞ്ഞ അപ്ഡേഷൻ ഐഫോണിലേക്ക് വരുന്നുണ്ട്, അതും ഫ്രീ ആയിട്ട്. എങ്ങനെയാണെന്നല്ലേ, ആപ്പിൾ ഇന്റലിജൻസിലെ ChatGPT ഇന്റഗ്രേഷൻ ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്ര നാളുണ്ടായ ആ ഒരു അപ്ഡേഷന്റെ പുറമെ പുതിയ ChatGPT 5ഉം ആപ്പിൾ ഇന്റലിജൻസിൽ വരുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോഴല്ല, സെപ്റ്റംബറിൽ iOS 26 ആ ഒരു ഇൻട്രാക്ഷൻ കൂടെ തന്നെയാണ് ആപ്പിൾ ഈ പറഞ്ഞ ChatGPT 5ഉം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ ChatGPT 5 വരുമ്പോൾ നമുക്ക് ആപ്പിൾ യൂസറിന് എന്താണ് ഗുണം എന്ന് വെച്ചാൽ, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റീഡ് ആൻഡ് റൈറ്റിന്റെ ബാക്കി കാര്യങ്ങൾ കിട്ടും, പ്രൂഫ് റീഡിങ്, അതല്പം കുറേയധികം കാര്യങ്ങളും ChatGPT 5 കിട്ടും. പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന കാര്യം. ആപ്പിൾ US പ്രസിഡന്റിന്, അതായത് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് 600 ബില്യൺ രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് US വേണ്ടിയുള്ള ഒരു ഡൊണേഷനാണ്. ആപ്പിൾ ഏറ്റവും കൂടുതൽ അടിപൊളിയായ പ്രൊഡക്റ്റുകളും അതോടൊപ്പം ആപ്പിൾ മെയ്ഡ്, അതായത് US മെയ്ഡ് കാര്യങ്ങളും കൊണ്ടുവരാനുള്ള ആ ഒരു ഡൊണേഷനാണ് ഈ പറഞ്ഞ 600 ബില്യൺ എന്ന് പറയുന്നത്. ടിം കുക്ക് ഒരു എന്താ പറയുക സ്കൾപ്ചർ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ട് ഒരു സമ്മാനം കൊടുത്തു. 24 ക്യാരറ്റ് ഗോൾഡിൽ ചെയ്തിരുന്ന ഒരു ഗ്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ രൂപമാണ്, അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക മൊമെൻറ്റോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആയത് പുള്ളിക്കാരൻ്റെ ഈ ഒരു വോട്ട് ഓഫ് താങ്ക്സ്, അല്ലെങ്കിൽ ഒരു സ്പീച്ച് ഉണ്ടാവുമല്ലോ നമ്മുടെ ടിം കുക്കിൻ്റെ. ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ഒരു പുതിയ AI സെർവർ ടെക്നോളജി ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് US തന്നെ എന്ന് ഈ പറയുന്ന ടിം കുക്ക് CEO ഓഫ് ആപ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് ഞാൻ ആദ്യമേ കുറച്ച് നാൾക്ക് മുമ്പുള്ള ന്യൂസ് വീഡിയോയിൽ ഞാൻ പറയായിരുന്നു,
ആപ്പിൾ ഇപ്പോൾ ചാറ്റ് ജിപിറ്റിയും അതേപോലെ ഓപ്പൺ എയും കുറേയധികം കമ്പനികൾക്ക് ഈ പറയുന്ന AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി കുറേയധികം കമ്പനികൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നല്ല ഏറ്റവും വലിയ കാര്യം വരാൻ പോകുന്നത്. ആ ഓരോ കമ്പനികളിലുണ്ടാകുന്ന മിസ്റ്റേക്സും കുറവുകളും ആപ്പിൾ പഠിക്കുകയും അത് നികത്തിക്കൊണ്ട് ആപ്പിൾ തന്നെ സ്വന്തം ഒരു പുതിയ AI കൊണ്ടുവരും. അതിനുള്ള സ്റ്റെപ്സ് തന്നെയാണ് ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ടു ബി ഫ്രാങ്ക്, 2026-27 കാലഘട്ടത്തിൽ തന്നെ മിക്കവാറും iOSന്റെ ഏറ്റവും നല്ല AI ഇൻ്റഗ്രേഷൻ ആയിട്ടുള്ള പുതിയ സോഫ്റ്റ്വെയറും വരും. ഈ പറഞ്ഞ iOS 26.4 ഏറ്റവും പേഴ്സണലൈസ്ഡ് ആയ സിറി വരുന്നു ഓൾറെഡി ആപ്പിൾ ഷുവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ iOS 27 28 അതായത് ഈ പറഞ്ഞ 2026-27 കാലഘട്ടത്തിൽ തന്നെ ഉറപ്പായിട്ടും ആപ്പിൾ തന്നെ ഏറ്റവും ഇമ്പിൾഡും അടിപൊളിയുമായിട്ടുള്ള ചാറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ AI ഒരു അടിപൊളി ഫീച്ചർ വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത മാറ്റം വരാൻ പോകുന്നത് ആപ്പിൾ വാച്ച് സീരീസ് അൾട്രയുടെ 3rd ജനറേഷനിൽ ഇപ്പോൾ കാണുന്നതിനെക്കാട്ടും കുറച്ച് വലിയ ഡിസ്പ്ലേ ആയിരിക്കും എന്നാണ് പറഞ്ഞു കേട്ട റിപ്പോർട്ട്. ഞാൻ ആദ്യം കരുതിയത് ഈ പറഞ്ഞ ഡിസ്പ്ലേ വലുതാവാതെ അതിൻ്റെ പിക്സൽ ഡെൻസിറ്റിയും ബാക്കി കാര്യങ്ങളും കൂടും എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് വായിച്ചപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായത്. പിന്നീടാണ് മനസ്സിലായത് അത് റിപ്പോർട്ടിൽ ഈ പറഞ്ഞ പിക്സൽ ഡെൻസിറ്റി അല്ല, ഡിസ്പ്ലേയുടെ സ്ക്രീൻ സൈസ് തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിൻ്റെ ഡയമെൻഷൻ തന്നെ കുറച്ചുകൂടി വലുതാവുന്നുണ്ട്. നേരത്തിനെക്കാട്ടും കുറച്ചായിരിക്കും വലുതാവുന്നത്. പക്ഷേ ഈ പറഞ്ഞ WatchOS 26 കുറേയധികം ഓപ്ഷൻസും കൂടെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് WatchOSന്റെ ഈ പറഞ്ഞ ഫീച്ചേഴ്സും Ultra 3 പുതിയ ആ സ്ക്രീൻ സൈസിൻ്റെ ചേഞ്ചും വരുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. സോ ഈ ഒരു സെപ്റ്റംബർ ഇവൻറ്റിൽ നമുക്ക് പുതിയ ആപ്പിൾ വാച്ച് അൾട്രയുടെ ആ ഒരു ചേഞ്ചും കാണാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ടുള്ള ആപ്പിൾ അപ്ഡേറ്റ്സ് ഇട്ടാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Vibin Xavier signing from Evika.